അഡ്വക്കേറ്റ് ശ്രീപത്മനാഭൻ, ജമാഅത്തെ ഇസ്ലാമിയെയും SDPIയെയും ഈയിടെയാണ് മുഖ്യമന്ത്രി പിണറായി വിജയനും CPM സംസ്ഥാന സമിതി അംഗങ്ങളായ P ജയരാജനും P മോഹനും മറ്റും പരസ്യമായി തള്ളിപ്പറഞ്ഞത്. മെക്സമൻ വ്യായാമ കൂട്ടായ്മയിലെ മുസ്ലിം തീവ്രവാദ ശക്തികളുടെ നുഴഞ്ഞു കയറ്റം തുറന്ന് പറഞ്ഞ P മോഹന് CPM കോഴിക്കോട് ജില്ലാ സെക്രട്ടറി സ്ഥാനം നഷ്ടപ്പെട്ടു. അവിടെ മെഹബൂബിനെ പിടിച്ചിരുത്തി. ഇപ്പോഴിതാ ജമാഅത്തെ ഇസ്ലാമിയെയോ മുസ്ലിം തീവ്രവാദ സംഘടനകളെയോ ആക്രമിക്കാനോ ആക്ഷേപിക്കാനോ ഞങ്ങളില്ലെന്ന് CPM കേന്ദ്ര കമ്മിറ്റി അംഗം എളമരം കരീം പരസ്യമായി പറയുന്നു. നിലപാട് മാറ്റം CPMനെ സംബന്ധിച്ചിടത്തോളം പുതുമയുള്ള കാര്യമല്ല. എങ്കിലും ഇപ്പോൾ ഇവരെ ചേർത്ത് പിടിക്കാൻ തീരുമാനിച്ചതിലെ ചേതോവികാരം എന്താവും? അല്ല, CPM ഒരു ആശയക്കുഴപ്പത്തിലാണ്. 2024 ലോകസഭാ തെരഞ്ഞെടുപ്പിലെ ഫലം 2019 ലോകസഭാ തെരഞ്ഞെടുപ്പിലെ ഫലത്തിൽ നിന്നും വ്യത്യസ്തമാണ്. 2019 ഒരു പ്രത്യേക കാരണമുണ്ടായിരുന്നു. കേരളത്തിൽ ശബരിമല വിഷയം കഴിഞ്ഞ് നിൽക്കുന്ന ഒരു സമയമായിരുന്നു. ആ സമയത്ത് സർക്കാരിനെതിരെ വികാരമുണ്ടായത് സ്വാഭാവികം. അതിനുശേഷം 21 ആ വികാരം കെട്ടടങ്ങിയപ്പോൾ CPMന് വീണ്ടും അധികാരം കിട്ടിയായിരുന്നു മുന്നണിക്ക്. പക്ഷെ 2024 CPM തോറ്റതിന്റെ പിന്നിൽ, അല്ലെങ്കിൽ ദയനീയമായ പരാജയം ഏറ്റുവാങ്ങിയതിന്റെ പിന്നിൽ, കാരണം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് 33% വോട്ടേ ഉള്ളൂ. അതായത് 19നേക്കാൾ 2% വോട്ട് കുറഞ്ഞു, ഏതാണ്ട് 1/3. അപ്പോ അത് കാരണം പലതുമാണ്. അതിൽ ഒന്ന്, തെക്കൻ കേരളത്തിൽ പരമ്പരാഗത വിഭാഗങ്ങൾ, അതായത് CPMനോട് കൂടെ പാറ പോലെ ഉറച്ചു നിന്ന പരമ്പരാഗത വിഭാഗങ്ങൾ, പ്രത്യേകിച്ച് പിന്നാക്ക ജാതി ഹിന്ദുക്കൾ CPMൽ നിന്നും പതുക്കെ വിട പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. മാത്രവുമല്ല, കഴിഞ്ഞ കാലങ്ങളെ പോലെ അവർ ഇടതുമുന്നണിയിൽ നിന്നും മാറിയാൽ വലതുമുന്നണിക്കാണ് വോട്ട് ചെയ്യുക. ഇത്തവണ അവരെ കൂട്ടത്തിൽ നിന്നും മാറിപ്പോയവർ വലതുമുന്നണിയിലേക്കല്ല മാറിയിരിക്കുന്നത്. കാരണം ഐക്യജനാധിപത്യ മുന്നണിക്കും 2% വോട്ട് 2019 അപേക്ഷിച്ച് കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് BJPയിലേക്കാണ് പോയിരിക്കുന്നത്. അപ്പൊ ഇത് CPMനെ ഇരുത്തി ചിന്തിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ അതിന്റെ ഭാഗമായി CPMന്റെ ഭാഗത്തു നിന്നും ഇത്തരത്തിലുള്ള മുസ്ലിം തീവ്രവാദ സംഘടനകൾക്കെതിരെ, അല്ലെങ്കിൽ ചില കടുത്ത നിലപാടുകാർക്കെതിരെ ചില പ്രസ്താവനകളും ചില ലേഖനങ്ങളും ഒക്കെ വന്നിരുന്നു. പക്ഷേ അത് എത്ര കണ്ട് ഫലപ്രദമാവുമെന്ന് അവർക്ക് അറിയില്ല. അപ്പോൾ ഇപ്പൊ അവർ ആശയക്കുഴപ്പത്തിലാണ്. ഇത് CPM ഇപ്പോൾ ചിന്തിക്കുന്നത് ഈ മുസ്ലിം തീവ്രവാദ സംഘടനകളെ പാടെ തള്ളിക്കളയണോ, അതല്ല അവരെ ഒരു കൈ കൊണ്ട് തള്ളുകയും മറ്റേ കൈ കൊണ്ട് തലോടുകയും ചെയ്യണോ, ഇങ്ങനെ ഇതൊരു കൺഫ്യൂഷനാണ്. ഇപ്പൊ മോഹനൻ മാഷിന്റെ പ്രസ്താവന എടുത്ത് വായിച്ചു നോക്കിയാൽ, അല്ലെങ്കിൽ എളമരം കരീമിന്റെ പ്രസ്താവന വായിച്ചു നോക്കിയാൽ, മുഖ്യമന്ത്രി പറയുന്ന കാര്യങ്ങൾ നോക്കിയാൽ ഒരു കൺഫ്യൂഷനാണ് കാണുന്നത്. ഒരു ക്രിസ്റ്റൽ ക്ലിയറായ ഒരു സമീപനം CPMനില്ല. ഒരു വലിയ കുഴപ്പത്തിലാണ്. ഇപ്പൊ ഈ അടുത്ത ദിവസമാണ് ഇപ്പം ഇവിടെ ഈ തൃത്താലയില് ഹമാസിന്റെ ഫോട്ടോ ഒക്കെ വെച്ചിട്ട് എഴുന്നള്ളത്തൊക്കെ നടന്നത്. സത്യത്തിൽ ഇവിടെ പലർക്കും ഒരു ധാരണയുണ്ട് ഹമാസ് ഇന്ത്യയുമായി ബന്ധമില്ലാത്ത സംഘടനയാണെന്നൊക്കെ. പക്ഷെ സത്യത്തിൽ ഹമാസ് 2023 ഫെബ്രുവരി മാസം പാക് അധിനിവേശ കാശ്മീരിൽ ജെയ്ഷെ മുഹമ്മദിന്റെ കൂടെ ഇന്ത്യ വിരുദ്ധ റാലി നടത്തി അതിൽ പ്രസംഗിച്ച നേതാക്കന്മാരൊക്കെ ഹമാസിന്റെ ആളുകളാണ്. പിന്നെ അതോടൊപ്പം തന്നെ ജമാഅത്തെ ഇസ്ലാമി എന്ന് പറയുന്ന ഒരു അഖില കേരള സംഘടനയോ അഖിലേന്ത്യാ സംഘടനയോ അല്ല, അതൊരു അഖില ലോക സംഘടനയാണ്. അമുസ്ലിമുകൾക്കെതിരെ നിലപാടുകൾ എടുക്കുകയും അവർക്കെതിരെ പലതരത്തിലുള്ള നടപടികൾ എടുക്കുകയും ചെയ്യുന്ന സംഘടനയാണ്. അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണം ബംഗ്ലാദേശാണ്. അപ്പോൾ ജമാഅത്തെ ഇസ്ലാമി ഒരു അപകടകരമായ അന്തർദേശീയ ഇസ്ലാമിക സംഘടനയാണ്. അവർ പല രാജ്യങ്ങളിലും അമുസ്ലിങ്ങൾക്കെതിരെ ശക്തമായ നിലപാടുകളും ശക്തമായ നടപടികൾ എടുത്ത ആളുകളാണ്, സൂക്ഷിക്കേണ്ട ആളുകളാണ്. അപ്പോൾ ഇങ്ങനെയുള്ള സംഘടനകളെ ഇപ്പോൾ തള്ളണോ കൊള്ളണോ എന്നുള്ളത് കൺഫ്യൂഷനിലാണ് CPM. അപ്പോ അതിന്റെ ഒരു കൺഫ്യൂഷനാണ് കാണാൻ സാധിക്കുന്നത്. ഏതായാലും ഒരു കാര്യം ഉറപ്പാണ്,
2026 മുമ്പ് CPM എന്തെങ്കിലും ഒരു നിലപാടെടുത്തേ പറ്റൂ. ഇങ്ങനെ ഒരു കൈ കൊണ്ട് തള്ളുകയും ഒരു കൈ കൊണ്ട് കൊള്ളുകയും ചെയ്യുന്ന നിലപാടുമായി മുന്നോട്ട് പോകാൻ സാധ്യമല്ല. എന്തെങ്കിലും ഒരു നിലപാടെടുത്തേ പറ്റൂ. കാരണം ഇത് ഒരു വിഷയമാവാൻ പോവുകയാണ്. ഇപ്പൊ ഈ തൃത്താലയത്തെ വിഷയങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ ഭാവിയിൽ കേരളത്തിൽ ഇതൊരു വിഷയമാകും. നിങ്ങൾ ഇവരെ എതിർക്കുന്നോ അതല്ല അനുകൂലിക്കുന്നോ, ഇവരെ തള്ളുന്നോ കൊള്ളുന്നോ എന്നൊക്കെ ഉള്ളത്. അപ്പോ ആ ഒരു സാഹചര്യം വരുമ്പോൾ കൃത്യമായൊരു നിലപാടെടുക്കാൻ CPM നിർബന്ധിതരാവും. പക്ഷെ ഇപ്പോൾ അവർ ഒരു കൺഫ്യൂഷനിലാണ് എന്നാണ് എനിക്ക് പറയാൻ.